ഇപ്പോൾ വരുന്നൊരു വാർത്ത. കൊല്ലത്ത് പാമ്പ് കടിയേറ്റെന്ന സംശയത്താൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരി ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പാമ്പ് കടിച്ചെന്ന സംശയത്താൽ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. കൊല്ലം സ്വദേശിനി ഷംനയാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ശരീരത്തിൽ തടിപ്പുള്ളതായി സ്ഥിരീകരണമുണ്ട്. AV ജയശങ്കറുണ്ട്. ജയശങ്കർ, കടിച്ചത് പാമ്പ് തന്നെയാണെന്ന് ഉറപ്പിക്കാറായോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഇന്ന് രാവിലെയാണ് കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പാമ്പിനെ കണ്ടത്. ഈ പാമ്പ് കടിച്ചു എന്നാണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി നിലവിൽ സംശയിക്കുന്നത്. ഇവർ കൊല്ലത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ ഈ പാമ്പിനെ കാണുകയും ഈ പാമ്പ് കടിച്ചു എന്ന സംശയത്തിലാണ് മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയതായിരുന്നു ഈ രോഗി. അവരാണ് ഇപ്പോഴെന്തായാലും ഈ പെൺകുട്ടിയുടെ അമ്മയാണ്. നിലവിൽ ഷംന എന്ന് പറയുന്ന കൊല്ലം സ്വദേശിനിയായ സ്ത്രീയാണ് ഇപ്പോഴെന്തായാലും നിലവിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ആൻറ്റീവനമുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇവരെ ഒബ്സർവേഷനിൽ നിലവിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ ആശുപത്രിയിൽ അധികൃതരുമായി സംസാരിച്ച ഘട്ടത്തിൽ കാലിൽ ചെറിയ തോതിലുള്ള ഒരു തടിപ്പുണ്ട്. ഇത് പാമ്പ് കടിച്ചതാണ് എന്ന കാര്യം നിലവിൽ സ്ഥിരീകരിക്കാനായിട്ടില്ലെങ്കിലും നിലവിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരെ 24 മണിക്കൂർ ഒബ്സർവേഷനിൽ വെക്കാനാണ് ഈ ആശുപത്രി ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ആശുപത്രിയിൽ പാമ്പെത്തിയെന്ന കാര്യം ആശുപത്രി അധികൃതർ, ഈ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ കടിച്ചോ ഇല്ല കാര്യത്തിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ പരിശോധനാ ഫലമൊക്കെ പുറത്തു വരുന്ന കാര്യത്തിലായിരിക്കും അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരിക. എന്തായാലും ഈ പാമ്പ് ആകെ മൊത്തത്തിൽ ശല്യമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എവിടെ നോക്കിയാലും പാമ്പാണ്. അപ്പോൾ നമ്മൾ ജാഗ്രത പുലർത്തുക. ഇങ്ങനെ കടിച്ചു എന്ന് സംശയം ഉണ്ടെങ്കിൽ കൃത്യമായി ഇതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും വേണ്ട ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് എന്തായാലും നല്ലത്. എന്തായാലും നിലവിൽ രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ എങ്കിൽ കൂടി 24 മണിക്കൂർ ഒബ്സർവേഷനിൽ വെക്കണമെന്നാണ് ഡോക്ടർമാരുടെ ഒരു നിർദ്ദേശം. ഇവരുടെ കുടുംബത്തിനും ഇത്തരത്തിൽ പാമ്പ് കടിച്ചു എന്ന വലിയ തോതിലുള്ള ആശങ്ക ഉണ്ട് താനും. എന്തായാലും ജയശങ്കർ, താങ്ക് യു. അങ്ങനെ കൂട്ടിരിപ്പുകാരിയെ പാമ്പ് കടിച്ചു എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ അവർക്ക് ചികിത്സ നൽകുന്നത്. നിരീക്ഷണത്തിലാണ്.